ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ദ പാഷനേറ്റ് ലേഡിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ചായി വീഡിയോ ഇട്ടിട്ട്. കാര്യം വേറൊന്നുമല്ല, അമ്മയും കൂടി ഇപ്പം ഇല്ലാത്തത് കൊണ്ട് ഹെൽപ്പിന് ആരും ഇല്ലാത്ത വീടും കോളേജും കുട്ടിയും ഹസ്ബൻഡും എല്ലാം കൂടി എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും പിണങ്ങി പോവരുതേ. അപ്പോൾ വ്യൂ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണേ എല്ലാവരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പിന്നീട് കുറച്ച് തിരക്കിലൊക്കെ ആയി മറന്നുപോയി. അപ്പോൾ രാവിലത്തെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്, ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്കത്തെയും ഇത് രാത്രിയത്തെയും ഡിന്നറും എല്ലാം കൂടി എനിക്ക് പിന്നെ കൊച്ചിൻ്റെ ഫുഡ്, അവളെ അവൾക്കുള്ള ഫുഡ് കൊടുക്കുന്നത് എല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റാത്തതുകൊണ്ട് നമ്മൾ ഡയറ്റ് എന്നുള്ള പേരിൽ മോർണിംഗിൽ ഹെൽത്തി ആയിട്ടുള്ള ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. അപ്പോൾ അമ്മയും അച്ഛനും ഫുൾ ഡേ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടെ കാണുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് അമ്മ പറഞ്ഞു അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് 5 മണിക്കാണ് എഴുന്നേക്കാൻ പ്ലാൻ ചെയ്തത്. കാര്യം ഞാൻ ഡയറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ഫുഡൊന്ന് അല്ലെങ്കിൽ ചോറൊന്ന് കുറച്ചിട്ട് പതുക്കെ ഫുഡ് കുറച്ച് വരാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് പെട്ടെന്നൊന്നും പറ്റത്തില്ല. കാര്യം എനിക്ക് കുറച്ച് ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് പെട്ടെന്ന് വിശപ്പ് വന്നാൽ എനിക്ക് ലോ ഷുഗറായിട്ട് വിറയലും പ്രശ്നങ്ങളുമാണ്. പിന്നെ തൈറോയിഡുണ്ട്, പിന്നെ ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ ചോറ് കുറച്ചിട്ട് പിന്നെ പതുക്കെ ഫുഡ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ എക്സസൈസ്. പെട്ടെന്ന് എനിക്ക് വലിയ എക്സസൈസൊന്നും പറ്റത്തില്ല. കാര്യം നല്ല വെയിറ്റ് ഗെയിൻ ആയി. അപ്പോൾ ഞാൻ സ്ലിം ആയിരുന്ന സമയത്ത് അതെനിക്കെല്ലാം പറ്റുമായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് തടിച്ചല്ലോ. എൻ്റെ അന്നത്തെ ബോഡി വെച്ചിട്ട് ഇപ്പം ഞാൻ നന്നായിട്ട് നല്ല തടിച്ച് കൊഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടും പതുക്കെ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ പതുക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് 5 മണിക്ക് എഴുന്നേറ്റ് ചെറിയൊരു വാമപ്പ് പോലെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ 5 മണിയായപ്പോൾ കണ്ണ് തുറക്കുന്നില്ല, ഉറക്കപ്പിച്ചിൽ തന്നെയാണ്. അങ്ങനെ പിന്നെ 6:30 എഴുന്നേറ്റപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെയിലി റൊട്ടീൻ അരിയടുപ്പ് ഇടൽ, തേങ്ങ തിരുവിൽ വയ്ക്കൽ, അങ്ങനത്തെ കുറേ പണികളൊക്കെ കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ബാക്കി പണി ചെയ്യാൻ ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ തലേന്നേ അരിഞ്ഞു വയ്ക്കും. ഇല്ലെങ്കിൽ അരിയലും പിടിക്കലും കഴുകലും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് മോർണിംഗിൽ പറ്റത്തില്ല, സമയം കിട്ടത്തില്ല. പെട്ടെന്ന് തീർക്കണമല്ലോ, ഹസ്ബൻഡിനും ജോലിക്കണം, എനിക്ക് കോളേജിലും പോകണം. അപ്പോൾ തലേ ദിവസമേ അരിഞ്ഞു വെച്ചതും. പിന്നെ ഇത് ഓട്സ് മിൽക്കാണ്, എന്തൊക്കെയോ ഷേക്കിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ് അദ്ദേഹം. ഞാനൊരു മിനിറ്റ് ഒന്ന് മോളെ നോക്കാൻ പോയപ്പോഴത്തേക്കും, അതായത് അദ്ദേഹം കിച്ചണിലുണ്ടായിരുന്നു, പക്ഷേ മോളെ നോക്കാൻ പോയ സമയം കൊണ്ട് ഇത് പൊട്ടറ്റോവും ബ്രിഞ്ചാളും എല്ലാം പൊരിക്കാൻ വെച്ചിരുന്നത് കരിഞ്ഞു പോയി ഗൈസ്. അല്ലെങ്കിൽ ഈ ജെൻസിന് മൾട്ടി ടാസ്കിങ് പണ്ടേ പറ്റിയ പണിയല്ലല്ലോ, അതൊക്കെ നമ്മൾ ലേഡീസിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അതൊക്കെ പോട്ടെ. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് ക്യാരറ്റ് തോരൻ, അവിയലും, അതുപോലെ തന്നെ ഈ ബ്രിഞ്ചാളും പൊട്ടറ്റോ ഫ്രൈ ചെയ്തത്, സാലഡ്, പിന്നെ ഇഞ്ചി കറി, അതുപോലെ തന്നെ ചിക്കൻ കറി. ഇത് ഇത്രയാണ്. അപ്പോൾ എൻ്റെ അവിയലൊരു സ്ഥലത്ത് എല്ലാം റെഡി ആയി കേട്ടോ. ചോറ് ശരിയായി. ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു, ലാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ചിക്കനാണ്. കാര്യം ചിക്കൻ രാവിലെ എടുത്ത് വെച്ചിട്ട് ഈ തണുപ്പ് വിട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം സമയം എടുത്ത്. അപ്പോൾ ചിക്കനാണ്. അപ്പോൾ ഞാൻ അച്ഛനും അമ്മയും വരാൻ വേണ്ടി കാത്തു നിന്നു. പക്ഷെ അവർ 8:30 ആയിട്ടും കണ്ടില്ല. അപ്പോൾ 8:35 നമ്മൾ 9 മണിക്ക് സൈൻ ചെയ്യണം, ഇല്ലെങ്കിൽ അവർ രജിസ്റ്റർ മാറ്റുന്നതുകൊണ്ട് നേരത്തെ പോയി സൈൻ ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കോളേജിൽ പോയി. പിന്നെ ഇന്നാണ് ആദ്യമായിട്ട് ഞാൻ ചോറ് കൊണ്ട് പോകുന്നത് കോളേജിൽ. കാര്യം ഞാൻ എപ്പോഴും ലഞ്ച് വീട്ടിൽ നിന്നാണല്ലോ കഴിക്കുന്നത്, കുഞ്ഞുള്ളതുകൊണ്ട്. പക്ഷേ ഇന്ന് ഓൾറെഡി രാവിലെ തന്നെ 2 തവണ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കോളേജിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് വരത്തില്ല, എനിക്ക് വയ്യ ഈ ചൂടത്ത്. ഫെബ്രുവരിയിൽ ഈ ചൂടാണെങ്കിൽ ഇനി മാർച്ച് ഏപ്രിൽ മേയൊക്കെ ഏത് ചൂടായിരിക്കും അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് കുറച്ച് നല്ല വിസ്തരിച്ചുള്ള ആഹാരമായിരുന്നു. പിന്നെ വൈകിട്ട് അത് കഴിഞ്ഞ് ഈവനിങ് 5 മണിക്ക് കൊച്ചുവേളിയിൽ നിന്ന് എൻ്റെ അച്ഛനും അമ്മയും, അതായത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ യാത്ര അയക്കാനും വേണ്ടിയിട്ട് നമ്മൾ കൊച്ചുവേളിയിൽ പോയി യാത്രയൊക്കെ അയച്ചു. പിന്നെ ടൂട്ടുവിൻ്റെ ഫസ്റ്റ് ടൈം അവൾ ട്രെയിൻ നന്നായിട്ട് കാണുന്നതും അതുപോലെ തന്നെ ട്രെയിനിൽ ജസ്റ്റ് ഒന്ന് കയറുകയും ചെയ്തതാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അവൾ ട്രെയിനിൽ കയറുന്നത്, ട്രെയിൻ കാണുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. സപ്പോർട്ട്